بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وبهمزة الغرار عن المصطفى صدر الله سيد الشهداء. إن شاء الله നമുക്ക് എടുക്കാനുള്ള ഒരു ആയത്താണ്. അല്ലാഹു തആല പറയുന്ന ഒരു ആയത്താണ്. എന്താണ് വായിച്ചോക്കാം ഇൻഷാ അല്ലാഹ്. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഇൻഷാ അല്ലാഹ് ഇതാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? പ്രധാന പദാർത്ഥം ഒന്ന് പരിശോധിക്കാം. قال الله عز وجل അല്ലാഹു തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആര്? റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എങ്ങനത്തെ പ്രവാചകനാണെന്നറിയോ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് അവിടത്തേക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ട് നിർത്തില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതീവ തൽപരരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വലിയ ദയാലുവും കാരുണ്യവും ഉള്ളവരുമാണ് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമമാണ്. നിങ്ങളുടെ മേൽ അതീവ തൽപരരും മുഅ്മിനീങ്ങളോട് വലിയ ദയാലുവും കാരുണ്യവും ഉള്ളവരാണ് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്താണിത്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സൂറത്ത് തൗബയിൽ തുടക്കത്തിലും ഇടയിലൊന്നും ബിസ്മി ഓതൽ സുന്നത്തില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചേർത്തി ഒന്നാണ് ഏറ്റവും നല്ലത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം തൻ്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഗോത്രക്കാർക്കും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവതരിച്ചതാണ് ഈ ആയത്തുകൾ. അള്ളാഹുവിൻ്റെ അഭിസംബോധനം ആ നാട്ടുകാരോടാണെങ്കിലും അന്ത്യനാൾ വരെയുള്ള ആളുകളോട് ഇതിൻ്റെ സന്ദേശം ചെന്ന് ചേരുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അറബിയാണ്, അനറബിയല്ല. അവിടുന്ന് മനുഷ്യരാണ്, ജിന്നിലോ മലക്കുകളിലോ പെട്ട ആളല്ല. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വേദനിക്കുമ്പോൾ മദീനയിൽ നിന്നും അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്നുണ്ട്. നാം വിശ്വാസികളും വിജയികളുമാകാൻ നമ്മുടെ ഉമ്മമാരെക്കാളും ഉപ്പമാരെക്കാളും മറ്റാരേക്കാളും ആ താല്പര്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. മക്കയിലെ മാമലകളെല്ലാം സ്വർണം വെള്ളിയുമായി നിറച്ച് തരട്ടെയോ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ചോദിച്ചപ്പോൾ വേണ്ട അതൊന്നും എനിക്ക് വേണ്ട. എന്തിനാണ് അവിടുന്ന് ഇത്ര വലിയ പ്രയാസങ്ങൾ സഹിച്ചത്? പലപ്പോഴും പട്ടിണിയിലായി ജീവിച്ചത് എന്തുകൊണ്ടാണ്? മുൻപല്ല് പൊട്ടിയത്, തിരുശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിയത് എല്ലാം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആലോചിച്ച് ഒരുപാട് പ്രയാസങ്ങൾ നബി തങ്ങൾ നേരിട്ടിട്ടില്ലായിരുന്നു. ഉഹുദിൻ്റെ രണാങ്കളത്തിൽ തങ്ങളുടെ പല്ല് പൊട്ടിയില്ലേ? രക്തം ചിന്തിയില്ലേ? രക്തം ഭൂമി തറച്ചില്ല, അത് വേറെ വിഷയം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എമർജൻസി വരവാണ്, ആകാശത്ത് നിന്ന് എമർജൻസി ആയിട്ടാണ് ലോകത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഭൂമിയിലേക്ക് വന്നത് ഉഹുദിൻ്റെ രണാങ്കളത്തിലേക്ക് ആ രക്തം ഒപ്പാൻ വേണ്ടിയിട്ട്. ആ രക്തമെങ്ങാനും ഭൂമിയിലേക്ക് വീണാൽ ആ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാവൂലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു കൊടുത്തു എന്നതാണ് ചരിത്രം. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ നബിത്തങ്ങൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മുഅ്മിനീങ്ങളോട് വലിയ കാരുണ്യവും ദയവും ഉള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ ഹസൻ ഇബ്നു ഫദ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഊഫ് റഹീം എന്ന 2 സ്ഥാനപ്പേരുകൾ അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ മറ്റാർക്കും നൽകിയിട്ടില്ല. റഊഫ് എന്ന പേരും റഹീം എന്ന പേരും ഈ സ്ഥാനപ്പേരുകൾ അള്ളാഹു തആല മുത്തുനബി തങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് ഹസൻ ഇബ്നു ഫദ്ൽ തങ്ങൾ പറയുന്നത് കാണാം. ഒരു ഹദീസുണ്ട്, വല്ലാത്ത ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തിരുമുഖത്ത് വല്ലാത്ത തിളക്കവും പ്രഭയൊക്കെ കാണുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ആ അവസരം മുതലാക്കിക്കൊണ്ട് ചോദിച്ചു, തങ്ങളെ എനിക്കൊന്ന് ദുആ ചെയ്യോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ വമാ അസ്സർത മാ ലൻ തഅയ്വ. എന്തൊരു ദുആ! സന്തോഷിച്ചു പോയി ആയിഷ ബീവി. അള്ളാഹുവേ, നീ ആയിഷ ബീവിക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതും പരസ്യവും രഹസ്യവുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മുത്തുനബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ ആയിഷ ബീവി വല്ലാതെ ചിരിച്ചു, സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. അല്ലാ, വലിയ സന്തോഷം. അപ്പോൾ ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, ആയിഷ, നിനക്ക് വല്ലാത്ത സന്തോഷമായില്ലേ ഞാൻ ദുആ ചെയ്തപ്പോൾ? നിനക്ക് വല്ലാത്ത സന്തോഷമായില്ലേ ഞാൻ ദുആ ചെയ്തപ്പോൾ? അപ്പോൾ ആയിഷ ബീവി സന്തോഷത്തോടെ മറുപടി ഒരു പടച്ചോനെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കഴിഞ്ഞതും വരാനിരിക്കുന്നതും പരസ്യ രഹസ്യമായ മുഴുവൻ പാപങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്തില്ലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും തങ്ങളെ? ഞാൻ എങ്ങനെ തങ്ങളെ സന്തോഷിക്കാതിരിക്കുക? അപ്പം മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വല്ലാഹി ഇന്നഹാ ലദാഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തിൻ. അയ്യോ അല്ലാഹ്, ഓർത്തോക്കണം, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ തന്നെ ജീവിച്ചു പോയ നമ്മുടെ നേതാവ്, നമുക്കെല്ലാം ബാക്കിയാക്കി വെച്ച നേതാവ്, നമ്മളെയൊക്കെ ഉമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ നമ്മളെ ഓർത്ത് കരഞ്ഞ, നമുക്ക് വേണ്ടി ദുആ ചെയ്ത നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം. ആയിഷ എന്ന് അറിഞ്ഞോ, അള്ളാഹു തന്നെയാണ് സത്യം. ഇന്നഹാ ലദാഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്ത്. അല്ലാഹ്, എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് എല്ലാ നിസ്കാര സമയത്തും 5 വക്തിന് ശേഷവും ഞാൻ ഈ ദുആ ചെയ്യാറുണ്ട് ആയിഷ. നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന മറുപടിയാണിത്. പക്ഷേ ആ ഉമ്മത്തിലാവാൻ കുറച്ച് പണിയുണ്ട്. ആ ഉമ്മത്തിലാകാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് നബി തങ്ങൾ പറഞ്ഞതിനെതിരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആണുങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, രണ്ടാളോടും കൂടി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം മോളെ, തലയിൽ തല മറക്കണം മോളെ, ഒരു പോലും കാണരുത്. ഇന്നത്തെ കാലത്തൊക്കെ അത് അസാധ്യമാണ്. പറഞ്ഞാൽ നമ്മളിപ്പം പൊട്ടന്മാരായി പോകും.
ആണുങ്ങളെ, നിങ്ങൾ നെരിയാണിക്കതായ പാൻറ് ധരിക്കല്ല, ഇസ്ലാമിക ചിട്ടത്തിൽ നിങ്ങൾ നടക്കണം, കിബറ് കൊണ്ട് നടക്കല്ല, അഹങ്കരിക്കല്ല, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക. ഒരുപാട് പാഠങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു നൽകുമാറാകട്ടെ. കാലങ്ങൾക്ക് മുന്നേ ഓരോ നിസ്കാരവേളയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊരു തെറ്റ് ചെയ്താൽ മദീനയിൽ ആ തങ്ങൾക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുകയാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ മദീനയിലെ രാജകുമാരനായ മുത്തുനബി തങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നു. ഇത്രയും നല്ല നേതാവിനെ നമുക്ക് വേറെ എവിടെ നിന്ന് ലഭിക്കും? നമ്മളെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മറ്റാരേക്കാളും നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നാളെ ഷഫാഅത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കാണുകയാണ്, അപേക്ഷിക്കുകയാണ് മുത്തുനബി തങ്ങൾ, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം അതിരറ്റ് സ്നേഹിക്കുകയും ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയെല്ലാം പറഞ്ഞിട്ടും ചിലപ്പോൾ നമ്മളിതൊരു ചെവിടുകൊണ്ട് കേട്ട് മറ്റേ ചെവിടുകൊണ്ട് വിട്ടു. പക്ഷേ മുഅ്മിനീങ്ങളെ, കാര്യം ഗൗരവമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴും നമ്മൾ ഓർത്തിട്ടുണ്ട്. മരിക്കുമ്പോഴും റൂഹ പിടിക്കുമ്പോഴും നമ്മൾ ഓർത്തിട്ടുണ്ട്. ആ റൂഹ പിടിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുക. എന്താ ഇപ്പോൾ ഞാൻ ചെയ്തേ? ഞാൻ എന്നും ഒരു ഹദീസ് മൗലൂദെങ്കിലും ചൊല്ലുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്നും ഒരു 100 സ്വലാത്തെങ്കിലും ആ തങ്ങളുടെ മേൽ സ്വലാത്തിടുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളുമെല്ലാം സ്വന്തം ഖൽബിനോട് ചോദിച്ചു നോക്കണം. അള്ളാഹു ഒരുപാട് സ്വലാത്തെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനെ. നമ്മളിപ്പം ചർച്ച ചെയ്ത ആയത്ത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തിന് ശേഷമുള്ള ഒരു ആയത്തുണ്ട്, ഫഇൻ തവല്ലു ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു ഹു റബ്ബുൽ അർശിൽ അസീം. ഈ പറഞ്ഞ ആയത്തിന് വലിയ മഹത്വമുണ്ട്. രാവിലെയും വൈകുന്നേരവും ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ ആ രാത്രിയിലോ പകലിലോ അവൻ കൊല്ലപ്പെടുകയോ ആ ദിവസം അവൻ മരിക്കുകയോ ഒരാളും അവൻ ആക്രമിക്കാൻ വേണ്ടി അടുക്കുകയോ ഇല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ദലായിലുൽ ഖൈറാത്തിൻ്റെ ഷർഹായ തഫ്രീജുൽ ഖുറൂബ് എന്ന ഗ്രന്ഥത്തിൽ അബുൽ മുഅ്തി അസ്സമുലാവി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആരിഫുകളിൽപ്പെട്ട വലിയ മഹാൻ 70 വയസ്സായപ്പോൾ ഈ ആയത്തുകൾ ഓതാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും 60 വർഷക്കാലം വീണ്ടും ജീവിക്കുക. 130 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. അള്ളാഹു റൂഹ പിടിക്കാൻ ഉദ്ദേശിച്ച ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, മനുഷ്യ, എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ അകന്ന് പേടിച്ചോടിപ്പോകുന്നു, നിങ്ങൾക്ക് ഞങ്ങളിലേക്കൊന്നും കടന്നു വരണ്ടയോ എന്നാ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ ആ ആയത്ത് ഓതുന്നത് നിർത്തുകയും അങ്ങനെ ആ മഹാൻ മരണപ്പെടുകയും ചെയ്തു എന്ന് ദലായിലുൽ ഖൈറാത്തിൻ്റെ ഷറഹിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ആയത്തോതിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഒരിക്കലും മറന്നു പോകരുത്. ഇന്നു മുതൽ എല്ലാവരും പ്രാവർത്തികമാക്കണം. എൻ്റെ ക്ലാസ്സിലേക്ക് നാളുകളെല്ലാവരും, അത് 4-5 ആളായാലും ശരി, നിങ്ങളെല്ലാവരും ഇന്നു മുതൽ ആ ഒരു സംഭവം ഈ 2 ആയത്ത് രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തായ തങ്ങളുടെ സ്നേഹത്തിന് പകരം നൽകാൻ പാപികളായ നമ്മളെ ഇപ്പം എന്താ ഉള്ളത്? നബി തങ്ങളെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട്, അതിന് പകരം കൊടുക്കാൻ നമ്മളടുത്ത് എന്താ ഉള്ളത്? അവിടുത്തെ വേദനിപ്പിക്കുന്ന തെറ്റുകളൊക്കെ നമുക്കൊന്ന് മാറിക്കാം. ആ തങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തങ്ങൾക്ക് വെറുക്കപ്പെടുന്ന തങ്ങൾ വെറുത്ത ഒരുപാട് കാര്യങ്ങൾ, അന്നെല്ലാം നമുക്ക് മാറിയിരിക്കാം. അള്ളാഹുവെ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അള്ളാഹ് ആ മുത്തനബി തങ്ങൾ കാണിച്ചുന്ന ഒരുപാട് വഴികളുണ്ട്, മാർഗ്ഗങ്ങളുണ്ട്, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.